തദ്ദേശത്തിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചുവരവിന് LDF. ഇടക്കാല ബജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിവരം. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയാണ് ആലോചനയിലുള്ളത്. സ്ഥാനാർത്ഥികളെ അതിവേഗം പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിന് സജ്ജമാകാനാണ് ഇടത് ക്യാമ്പിന്റെ തീരുമാനം. 2 ടേം വ്യവസ്ഥ കർശനമാക്കില്ല. റഹീസ് റഷീദ് ചേരുന്നു. റഹീസ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തോൽവിയെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ ഇറങ്ങേണ്ട ആവശ്യമുണ്ട് LDFന്. ഈ ക്ഷേമ പെൻഷൻ അടക്കം ഫലിച്ചില്ല എന്നുള്ള വിലയിരുത്തലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ അന്തരീക്ഷത്തിലുള്ളപ്പോൾ ഇനി എന്തായിരിക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ? റോഷ്നി, ക്ഷേമ ആനുകൂല്യങ്ങൾ തന്നെ കൂട്ടുപിടിച്ച് തന്നെയായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് LDF പോവുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരേ സമയത്ത് പാർട്ടി തലത്തിലുള്ള ഇടപെടലും ഒപ്പം സർക്കാർ തലത്തിലുള്ള ഇടപെടലുമാണ് നടത്താനാണ് തീരുമാനം. സർക്കാർ തലത്തിൽ എന്ന് പറയുമ്പോൾ ഇടക്കാല ബജറ്റ് ജനുവരി മാസം അവസാനം ഉണ്ടാകും. ആ ബജറ്റിൽ വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ, ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ക്ഷേമ പെൻഷനിലടക്കം കൂട്ടുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. മറ്റൊന്ന്, സർക്കാർ തലത്തിലുള്ള വലിയ വൻകിട വികസന പദ്ധതികൾ, ഇപ്പോൾ വിഴിഞ്ഞത്തിന്റെ 2ാം ഘട്ടം ഉദ്ഘാടനം പോലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. പാർട്ടി തലത്തിൽ എന്ന് പറയുമ്പോൾ 2 ടേം വ്യവസ്ഥ നിലവിൽ കർശനമാക്കിയിട്ടുണ്ട്. അത് ഇത്തവണ എടുത്തു കളയാൻ ഏതാണ്ട് ധാരണയായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്കുമാണ് പോകുന്നത്. ശബരിമല വലിയ തിരിച്ചടിയായി എന്ന് പാർട്ടി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ A. പത്മകുമാറിനെതിരായ നടപടിയും ഉടനുണ്ടാകും. വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിക്കുന്ന നിലപാടിൽ നിന്ന് CPIM പിന്നോട്ട് പോവുകയും ചെയ്യും. ഈ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിലടക്കം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ അന്തരീക്ഷത്തിലുണ്ട്. അപ്പോൾ അക്കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം എന്നതല്ല, ന്യൂനപക്ഷങ്ങളെ അത്രത്തോളം ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു എന്നുള്ളത് കൂടുതലായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ തന്നെ മുന്നണിയിൽ നിന്ന് വല്ല മാറ്റങ്ങളുമോ അല്ലെങ്കിൽ മറ്റ് പരിപാടികളൊക്കെ ഉണ്ടാകുമോ? അതിൽ CPIM ലക്ഷ്യം വയ്ക്കുന്ന 2-3 കാര്യങ്ങൾ. ഒന്ന്, വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയതാണ് ന്യൂനപക്ഷ മേഖലയിൽ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ മേഖലയിൽ ഈ തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കിയത് എന്ന തിരിച്ചറിവിൽ CPIM എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഇനി ചേർത്ത് പിടിക്കുന്ന നടപടികളൊന്നും ഉണ്ടാകില്ല എന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, മതസംഘടനാ നേതാക്കളെ, മുസ്ലിം മതസംഘടനാ നേതാക്കളെയും ക്രിസ്ത്യൻ ബിഷപ്പുമാരടക്കമുള്ള ആളുകളെയും കണ്ട് അവർക്ക് എന്താണ് ഈ സർക്കാരിനോട്, CPIMനോട് പ്രശ്നമെന്നത് ചോദിച്ച് അതിനൊരു പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങളും CPIMന്റെ ഭാഗത്തു നിന്നുണ്ടാകും. പക്ഷെ അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി വളരെ കുറച്ച് സമയം മാത്രമാണ് ഇതിനുള്ളത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്നലെ സമസ്ത നടത്തിയ യാത്രയിൽ തിരുവനന്തപുരത്ത് പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നതും ഒപ്പം ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇടതുപക്ഷമാണ്, അത് വോട്ടായോ ഇല്ലയോ എന്നത് ഞങ്ങളിപ്പോൾ നോക്കുന്നില്ല എന്ന ഒരു പ്രതികരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതും ഈ സാഹചര്യത്തിലാണ്. റോഷ്നി, ശരി. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.